പ്രാർത്ഥിക്കാൻ എന്നും എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മലയാളികൾക്ക് അടിക്കാനും എന്നും ഓരോ കാരണമുണ്ട്. സന്തോഷം വരുമ്പോൾ നമ്മൾ ലാർജ് അടിക്കും, സങ്കടം വരുമ്പോൾ ഡബിൾ ലാർജ് അടിക്കും. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ലൈഫ് ഇച്ചിരി ലാഗ് അടിച്ച അത് മറ്റേ ഇതുപോലെ ഒരു സ്മോൾ അടിക്കും. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം, ഇത്ര സത്യസന്ധമായിട്ട് വിൽക്കുന്ന വേറൊരു സാധനമില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തെ എഴുതി വെച്ചിട്ട് റെക്കോർഡ് വിൽപ്പനയാണ്. ഗിന്നസ് ബുക്കിലൊക്കെ ഉണ്ടല്ലോ ഈ റെക്കോർഡ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വറയിടാത്ത 2 ബുക്ക് വർഷാവർഷം ഗിന്നസുകാർ വാങ്ങിക്കേണ്ട വന്നേരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അങ്ങനെ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണും. നമ്മളിപ്പം ഈ ആരെങ്കിലും നമ്മൾ കാശ് കടം ചോദിച്ചാൽ തരത്തില്ല, പക്ഷെ അടിക്കാൻ മുദ്ര ചോദിച്ചാൽ അതവന്മാർ തരും. ഉദാഹരണത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വാതിക്കെ മരുന്ന് വാങ്ങിക്കാൻ 50 രൂപ ചോദിച്ചാൽ ആരും തരത്തില്ല. പക്ഷെ ബാറിന്റെ വാതിക്കെ പോയിട്ട് അടിക്കാൻ 500 രൂപ ചോദിച്ചാൽ കാശും തരും, കൂടെ ഒരു കമ്പനിയും തരും. ഇപ്പൊ നമ്മൾ കല്യാണത്തിനൊക്കെ കള്ള് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഈ കള്ളിനെ പറ്റി ഒരുപാട് കള്ളത്തരങ്ങൾ മാട്രിമോണിയൽ സൈറ്റിൽ എഴുതി വിടുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ നവീൻ, എന്റെ പൊന്നിച്ച് കല്യാണം കഴിക്കാത്ത നവീൻ, അവനവന്റെ മാട്രിമോണിയൽ പ്രൊഫൈൽ എഴുതി വെച്ചേക്കുവാണ് ടീ ടോട്ടലർ ആൻഡ് ദൈവഭയം ഉള്ളവൻ എന്ന്. ടീ ടോട്ടലറേ, അവൻ കള്ളിന്റെ ഗ്ലാസ് ചുണ്ടേന്ന് മാറ്റുന്ന സിഗരറ്റ് വലിക്കാനാ. അവനാണ് ടീ ടോട്ടലർ. പിന്നെ ദൈവഭയം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നോ, അവന്റെ കുമ്പസാരം പിടിച്ച് 2 വികാരിയച്ചന്മാരാ ഞങ്ങളുടെ ഇടവകയിൽ സ്ഥലം മാറിപ്പോയത്. അവന് ദൈവഭയമല്ല, ദൈവമാണ് അവനെ ഭയന്ന് കിടക്കുന്നത്. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ കാരണവന്മാരെ കുറ്റം പറയുവാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. നിങ്ങളുടെ വല്യപ്പന് കുടിയൊന്നുമില്ല, പുള്ളി നല്ല വലിയായിരുന്നു. വലി എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മാതിരി വലി, അതായത് പുള്ളിന്റെ വലി കണ്ടു ഞാൻ 4 ശ്വാസകോശം പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 65 വയസ്സ് വരെ ഓടി നടന്നു വലിച്ചു. അവസാനത്തെ 5 വർഷം കിടന്നു വലിച്ചു. പക്ഷെ എന്റെ അപ്പന്റെ ജനറേഷനിലേക്ക് ഒന്നും ഇതൊന്നുമല്ല. അദ്ദേഹം വലിയൊന്നുമില്ല, അദ്ദേഹം കുടിച്ച് സർക്കാരിന് സംഭാവന തരുന്ന ആരായിരുന്നു. ഒരു ദിവസം കൂലിപ്പണി കഴിഞ്ഞ് നട്ടപ്പാതിലേക്ക് ബസ് ഇറങ്ങി കവല നോക്കുമ്പം ഇരുട്ടത്ത് ഒരു സ്റ്റീൽ പാത്രം ഇരിക്കുന്നു. ആരുടെ സ്റ്റീൽ പാത്രം കൊണ്ടുവച്ച ഒറ്റ ചവിട്ടി ഒട്ടിയിട്ട് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ വികാരിച്ചിനും കമ്മിറ്റിക്കാരും വീട്ടിൽ വന്നപ്പോഴാണ് അത് സ്റ്റീൽ പാത്രമല്ല, ഇടവകക്കാർ പുതിയതായിട്ട് വെച്ച നേർച്ചപ്പെട്ടിയാണ്. അപ്പം ചവിട്ടി ചളിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ബാബ അച്ഛനൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ ആ കമ്മിറ്റിക്കാരൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് എന്റെ അപ്പനെ ചേർത്ത് നിർത്തി പറഞ്ഞു, തോമസേ തന്തിലത്തരം കാണിക്കുവാണ് തലേന്ന് പറയണം. അങ്ങനെയാണ് നേർച്ചപ്പെട്ടിയുടെ അനാശ്ചാദനം ഞങ്ങൾ ഒരു ദിവസം കൂടെ വൈകിപ്പിച്ചേനെന്ന്. പക്ഷെ ഞാൻ അപ്പനെ കുറ്റം പറയത്തില്ല. കാരണം കള്ളു കുടിച്ചാൽ നമ്മൾ കുറച്ച് കുടുത്തക്കേടൊക്കെ കാണിക്കണം. സത്യ സാധാരണ കള്ളു കുടിച്ചാൽ ചിലർ പാട്ട് പാടും, ചിലർ ഡാൻസ് കളിക്കും, ചിലർ IELTS പഠിക്കാതെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വരെ പഠിക്കും. കാരണം നമ്മൾ കുടിച്ചത് കള്ളാണ്, അല്ലാതെ കഞ്ഞിവെള്ളമല്ല. ഇപ്പൊ മഴ പെയ്യുമ്പോൾ അതായത് ചിലരുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് അറിയാം, അർജുനൊക്കെ പ്രത്യേകിച്ച് അറിയായിരിക്കും. ചിലർ കുടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഈ മഴ പെയ്യാൻ നേരത്തെ കടക്കണ്ണ കയറി ചേട്ടന്മാർ നിൽക്കുന്ന നനയാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ. അതായത് മഴ തീരുമ്പോ അവരും ഇറങ്ങിപ്പോവും, കുപ്പി തീരുമ്പം ഇവരും ഇറങ്ങിപ്പോവും. അതായത് കുപ്പിക്കകത്ത് ഇച്ചിരിയെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്വന്തം അമ്മ ആശുപത്രിയിലാന്ന് പറഞ്ഞ് ഫോൺ പറഞ്ഞാലും ഇവന്മാര് പോകത്തില്ല, അവിടെ ഇരിക്കോ തീരുന്നതിനും വരെ. എന്നാ കുപ്പിയുടെ സാധനം തീർന്ന അടുത്ത സെക്കൻഡ് അവന്മാർ അപ്പത്തിന് ഇറങ്ങി. ഈ പ്രണയമില്ലേ, പ്രണയത്തിൽ ടച്ചിങ് എത്ര പ്രധാനമാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വെള്ളവടിയിൽ ടച്ചിങ്സ്. അത് ചിലരുണ്ട് വെള്ളമടിക്കുമ്പോൾ ടച്ചിങ്സ് എടുക്കും, വേറെ ചിലമാരോ ടച്ചിങ്സ് തിന്നാൻ വേണ്ടി വെള്ളം അടിക്കും. ഇത് രണ്ടും പോട്ടെന്ന് നോക്കാം. വേറെ ഡേറ്റും ഉണ്ട്, കള്ള് കൈ കൊണ്ട് പറയാം ടച്ചിങ്സ് മാത്രം തിന്നാൻ വേണ്ടി നമ്മുടെ കൂടെ കിട്ടി. അമാരെ നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് 5 പേർക്ക് തിന്നേണ്ട അച്ചാറൊക്കെ ഇവന്മാരുടെ അടുത്ത് വെച്ചാൽ ആവിയായി പോകും. ഈ മിച്ചറിട്ട് വെച്ചേക്കുന്ന പത്രക്കടലാസില്ലേ, അതുവരെ ഇവന്മാർ തിന്നു തീർക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാനുള്ളത്, അഖിലേ, നമ്മളൊക്കെ 2 അടിച്ചോണ്ടിരിക്കുമ്പോ 2 സ്ഥലം ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, 2 കപ്പലുണ്ട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച പോലെ സ്വാതന്ത്ര്യമായിട്ട് 2 അടിക്കാൻ യുവന്മാരെയും ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. ഈ സോഷ്യൽ മീഡിയയിലെ ചില കള്ളുകുടിയെ പറ്റി ഉപദേശിക്കുന്ന ചില ചേട്ടന്മാരുണ്ട്, ക്ലാസ് എടുക്കും. നമുക്ക് നല്ല നട്ട് അടിച്ചിട്ട് വണ്ണമുള്ള മസിലൊക്കെ ഉള്ള ചേട്ടന്മാർ ക്ലാസ് എടുക്കും. അവർ പറയുന്നത് ഇത് ഹെൽത്തിയാണ്. എപ്പം ഇതിന്റെ കൂടെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളോടി ഹെൽത്തിയാണെന്ന് അവർ പറഞ്ഞ് വിഷമല്ലെന്നാ. ഇവരുടെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ വയറ്റിൽ ചെന്നിട്ട് ഈ കരളിന്റെ വാതിക്ക് ഒരു കസേരയിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ മദ്യം ഇങ്ങനെ ഓടിച്ചിറങ്ങി വരുമ്പോ 251% സെയിൽസ് ടാക്സ് കുടിച്ച് കള്ളു കുടിക്കുന്നവരാണ് നമ്മള്. ആ നമ്മളോട്, എനിക്കടക്കമുള്ളവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ സയൻസ് പരീക്ഷയ്ക്ക് 1 മാർക്കിന് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയും എന്ന് പറഞ്ഞാൽ ഈ 1 ലിവറിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ നമ്മുടെ ലിക്കറിനെ തള്ളിപ്പറയും. വേറെ നിവർത്തില്ല. അടിച്ചു പഴുത്ത എന്റെ കൂട്ടുകാരോട് ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയോ, കുടിച്ചാൽ നീ മരിക്കുന്നവരെ. ഇനി കുപ്പി കണ്ട
നീ മരിക്കുന്ന. എനിക്കും ആഗ്രഹമുള്ള നടി നിർത്തണമെന്ന്. പക്ഷെ എന്നാ ചെയ്യണം, സർക്കാർ എന്നെ പ്രോത്സാഹനം. സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ 6-ാം തമ്പുരാനുള്ള ജഗന്നാഥന്റെ ആറ്റിറ്റ്യൂഡാണ്. കളിക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരുത്തരും ഈ കേരള കളിമംഗലം പുറത്തു പോകും. സർക്കാരിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കിഫ്ബി കൊടുക്കുന്നതിലും കൂടുതൽ ഫണ്ട് നമ്മൾ കുടിയന്മാർ കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന് ഈ നാട്ടിൽ കാണുന്ന റോഡുകളും പാലങ്ങളും ഇല്ലേ, മിന്നിത്തിളങ്ങുന്ന റോഡുകളും പാലങ്ങളും എല്ലാം നമ്മളെ അടിച്ചു പഴുത്ത ചങ്കും കരവുമാണ്. ആ ചങ്കും കരവ് ഇതൊന്നും പോരാഞ്ഞിട്ട് ബാറിന്റെ സമയം 11 മണിന്ന് 12 മണി ആക്കിയേക്കുക. അതായത് ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഇന്ന് ഓവർ ടൈം പണി എടുത്തോണ്ടിരിക്കുക. നമ്മൾ കുടിയന്മാരുടെ അവസ്ഥ ആരും മനസ്സിലാക്കാൻ ഇതെല്ലാം സഹിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടിയൻ എന്നുള്ള വിളിയാ ബാക്കി. എന്നാ പെണ്ണുങ്ങൾ കുടിക്കത്തില്ലേ? അല്ലേ ശ്രുതി? എന്നെ പെണ്ണുങ്ങൾ തന്നെ കുടിക്കത്തില്ലേ? കുടിക്കുന്നവരുണ്ട്. ഈ കാര്യത്തിൽ മാത്രം കുടിയത്തിന്ന് പറയത്തില്ല. സ്ത്രീ സമത്വം ഈ ഒരു കാര്യത്തിൽ ആർക്കും വേണ്ട, ബാക്കി എല്ലാത്തിനും വേണം. പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ പ്രകൃതിയിൽ പോലും ഇത് ശ്രദ്ധിച്ചാൽ കേരളത്തിന്റെ പ്രകൃതി പോലും കുടിയന്മാർക്ക് അനുകൂലമാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിയാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പ്, ഒരു ചാറ്റൽ മഴ, മഞ്ഞ്. പ്രകൃതിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കല്ലെടുക്കാൻ വേണ്ടി കുടം കമിഴ്ത്തി വെച്ചേക്കുന്ന തെങ്ങ്, പനയോല. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വിടുന്ന പരൽ മീനുകൾ, പള്ളത്തികൾ. ടച്ചിങ്സിന് ബെസ്റ്റാ. നല്ല ആൽക്കഹോളിക് പ്രകൃതി. ആരായാലും രണ്ടെണ്ണം അടിച്ചു. അമ്മാതിരി ക്ലൈമറ്റാ കേരളത്തിന്റെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടിക്കാതെ വീട്ടിൽ ഇരിക്കാന്ന് വെച്ചാലോ അതും പറ്റത്തില്ല. ഇപ്പം വൈറ്റില മെട്രോയുടെയൊക്കെ താഴെ തന്നെ ഫ്യൂറേജ് തുറന്നു വെച്ചേക്കുക. അവിടുന്ന് ഞാനൊരു കുപ്പി വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങുന്നത് അച്ചാർ കട. ഒരു അച്ചാർ വാങ്ങിച്ച് ആ കക്ഷത്തിലും കുപ്പി ഈ കക്ഷത്തിലും നേരെ എസ്കലേറ്ററെ കയറി മോളിൽ ചെന്ന് കഴിയുമ്പോൾ AC മെട്രോ. ഈ കുപ്പിയും പിടിച്ച് വീട്ടിൽ ചെന്നിറങ്ങി സുഖമായിട്ട് ആരെങ്കിലും വീട്ടിൽ ഇരുന്ന് രണ്ടെണ്ണം അടിച്ചു പോകത്തില്ലേ? അതാണ് കാലാവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് അടിയെല്ലാം നിർത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങി. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. പുള്ളി കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ ഇട്ട് എന്ന് പറഞ്ഞു, എൽസാ നീ മദ്യപിക്കരുത്, മദ്യപിച്ചാൽ നിന്റെ ഓറ പോകുന്നു. മദ്യപിച്ച് ചെയ്യുമ്പോ എന്റെ ഉടുതുണി കഴിഞ്ഞു പോയാൽ എനിക്ക് കുഴപ്പമില്ല, പിന്നെ ആ ഓറ. അയലോക്കത്തെ ഡോക്ടർ എന്നോട് പറയണേ, എന്റെ പൊന്നു നെൽസാ മോനെ, നീ കുടിക്കല, നിനക്ക് കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഏതെങ്കിലും ബീച്ചിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി, റിലാക്സേഷൻ കിട്ടുന്നു. ഞാൻ ഒരാഴ്ച കുടിക്കാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചെറായി ബീച്ചിൽ പോയി റെസ്റ്റ് എടുത്തു. തിരമാല വന്ന് പാറയിൽ അടിക്കുന്ന 15 മുട്ടുകളെ കണ്ടപ്പോൾ എനിക്ക് ബിയർ ഓർമ്മ വന്നു. അപ്പൊ തന്നെ 2 വാങ്ങിച്ചു. 3 മാസം മുമ്പ് ഞാനും എന്റെ കൂട്ടുകാരെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് കുടി നിർത്തി കേട്ടോ. ഗ്രൂപ്പായിട്ട് കുടി നിർത്തിയിട്ട് ഞങ്ങൾ ആ പൈസ സേവ് ചെയ്ത് ആ കാശിന് ആലപ്പുഴയിൽ നമ്മുടെ ഹൗസ് ബോട്ട് എടുത്തു. ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു, ഇവിടെ തണുത്ത കള്ള് കിട്ടുന്ന ഒരു ഷാപ്പ് ഉണ്ടെന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോ ബോട്ടിലെ തൊഴിലാളികൾ ഞങ്ങൾ ഓട്ടോ പിടിച്ച് കിട്ടിക്കൊണ്ട് നാക്കുക. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരും ഉണ്ട്. അതായത് സർക്കാരിനെ ഞാൻ ഇതിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ സർക്കാർ പോലും 1,000 ബാർ ഓപ്പൺ ചെയ്ത നാടായത്. പിന്നെ ആരെ കുറ്റം പറയാനാ? എല്ലാം പോട്ടെന്ന് നോക്കാം. ഈ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും കോമഡി മാസ്റ്റേഴ്സ് പറയാന്ന് വെച്ചാലോ, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുത്തെ ആൺകാരുടെ അപ്പനാണ് ഇവിടുത്തെ കുടിയന്മാരുടെ പ്രശ്നം. ആരോട് പറയാൻ? കറക്റ്റ് സ്ഥലത്താണ് ഞാൻ വന്ന് പെട്ടേക്കുന്നത്. കറക്റ്റ് സ്ഥലത്ത്, ബെസ്റ്റ് പ്ലേസ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കറിയാം ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യനാണ്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. മദ്യവർജനം വേണോ വേണ്ടയോ? കാരണം ഇത് അളവിലടിക്കുന്നവരും ഉണ്ട്, അലമ്പായിട്ട് അടിക്കുന്നവരും ഉണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിലെയൊക്കെ ഉണ്ടല്ലോ, ഈ കാരണവന്മാരെ കള്ളു കുടിച്ച് വിശേഷ ദിവസങ്ങൾ അലമുണ്ടാക്കുന്നത് കണ്ടിട്ട് ക്രിസ്മസും പള്ളിപ്പെരുന്നാളും എന്റെ പൊന്നെ വന്നേക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച ഒരു ബാല്യമായിരുന്നു എനിക്കുള്ളത്. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഈ മദ്യവർജനം പടിപടിയായിട്ടെങ്കിലും പയ്യെ എനിക്ക് തിരക്കൊന്നുമില്ല, പടിപടിയായിട്ടെങ്കിലും നടപ്പാക്കുന്നതാണ് നല്ലത്. കാരണം സർക്കാരിന് ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭത്തിന്റെ ഇരട്ടി നഷ്ടം സമൂഹത്തിന് ഇതുകൊണ്ടുണ്ട്. ഇപ്പൊ നമ്മളറിയാം ഓപ്പറേഷൻ തൂഫാൻ, മാരക ലഹരിക്കെതിരെ നർക്കോട്ടിക് ഹണ്ട്, അതൊക്കെ ഇനി വരും തലമുറകൾ പോലും ഓർത്തിരിക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ്. അതുപോലെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ രക്ഷിക്കുന്ന പടിപടിയായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കുന്ന ഒരു മൂവ്മെന്റ് സർക്കാരിൽ നിന്നും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ജവാൻ ജയ് കിസാൻ.